ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓവയോസി ബൈ ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയുടെ ഒരു ഓൺലൈൻ ആക്സസറി സ്റ്റോർ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നമ്മൾ കുറച്ചാഴ്ചകൾക്ക് മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇതെന്തിനാണ് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ വിഷയമൊക്കെ റിയാക്ട് ചെയ്താലല്ലേ കഞ്ഞി കുടിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കരുതിയിട്ട് ചെയ്തതാണ്. എന്ന് മാത്രമല്ല, കഞ്ഞി കുടിക്കാൻ അവസരം നൽകുന്നതിനൊപ്പം സാമൂഹ്യ പ്രവർത്തനവും ചെയ്യുന്നുണ്ട് എന്നായിരുന്നല്ലോ അമ്മ മഹാറാണി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു സംഭവം ദർശിക്കാനുള്ള ഒരു ഭാഗ്യം നോമിനുണ്ടായി. അപ്പൊ ആ കാര്യം പറയാൻ വേണ്ടിയാണ് നോം ഇന്ന് വന്നത്. മാത്രമല്ല, ഇത് തുടങ്ങി വെച്ച ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, ഉപ്പുമ്പളോ ഫാമിലി, അവരെക്കുറിച്ചും ചിലത് പറയാനുണ്ട്. ആ പണി ഇതിന് പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ദർശനത്തിൽ കണ്ട സംഭവം എന്താണെന്ന് നോക്കാം. ആ ദർശനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ലൈഫ് ഓഫ് അനന്തു. കാര്യം ഒരുപാട് പേര് റിയാക്ട് ചെയ്തുവെങ്കിലും അനന്തുവിന്റെ ആ ഒരൊറ്റ വീഡിയോ അതുണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണല്ലോ രായ്ക്കരാമാനം പോലീസ് അവിടെ എത്തിയതും അനന്തുവിനെ കൊണ്ട് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതും. ആ വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അത് കുത്തിപ്പൊക്കാൻ ഒരു കാരണമുണ്ട്, അതിന്റെ പിന്നിൽ ഒരു ന്യായമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ കുത്തിപ്പൊക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന OCയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോട്ട് ചെല്ലുവാണെങ്കിൽ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, 1 മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമർ, 10 ലക്ഷത്തിൽ കൂടുതൽ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട 4 ഊള കമന്റ് അത് ഹാപ്പി അല്ലാത്ത കസ്റ്റമേഴ്സ്. പക്ഷെ ഹാപ്പി ആയി കിടക്കുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണമാണ് നിങ്ങൾ കാണേണ്ടത്. 10 ലക്ഷം, 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ്. ഹാപ്പി കസ്റ്റമേഴ്സ് മാത്രമാണ് കേട്ടോ. അൺഹാപ്പിയായ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരൊക്കെ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഒരു പണിയില്ല, വേലയും കൂലിയില്ല, കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്ന് കമന്റ് ഇടുന്നതാണ്. അവർ നമ്മൾ ഒഴിവാക്കിയിട്ട് 10 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് ഈ പറയുന്ന ഓൺലൈൻ സ്റ്റോറിന് ഉണ്ടായത്. പക്ഷേ ആശ്ചര്യം എന്നേ പറയണ്ടു, നോം ഇന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കുമ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹാപ്പി കസ്റ്റമേഴ്സിന്റെ എണ്ണം 2 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സ്. 8 ലക്ഷം കസ്റ്റമേഴ്സ് എവിടെ പോയി? കണ്ടമൊഴി ഓടിയോ? ആവിയായി പോയോ? അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അച്ചടിച്ചുണ്ടാക്കുന്ന അച്ച് വർക്ക് ചെയ്യുന്നില്ലേ? എൻ്റെ പൊന്നു മോനെ അനന്തു, നീ എന്ത് കൂടോത്രോടാ ചെയ്തത്? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നീ ഉറപ്പായിട്ടും കൂടോത്രം ചെയ്ത കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. കാരണം നിന്റെ വീട്ടിൽ പോലീസ് വന്നു, ആ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണേ. കഷ്ടപ്പെട്ട് ചെയ്ത കാൽക്കുലേഷൻ പലതും ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ആ കാൽക്കുലേഷനൊക്കെ അടങ്ങുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഉറപ്പായിട്ടും കൂടോത്രം ചെയ്തിട്ടുണ്ട്. മിക്കവാറും ചേർക്കുള സ്വാമിയെ കൊണ്ടാണ് ജയിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് 10 ലക്ഷം കസ്റ്റമേഴ്സ് 2 ലക്ഷം കസ്റ്റമേഴ്സായിട്ട് മാറുമോ? അപ്പോൾ ഇങ്ങനെ 2 ലക്ഷം കസ്റ്റമേഴ്സായിട്ട് കുറയാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഉണ്ട് എന്ന് അനന്തുവിൻ്റെ അന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ വീഡിയോ ഇന്ന് കാണുമ്പോൾ ഈ നമ്പറിൽ വന്നിരിക്കുന്ന വ്യത്യാസത്തിന് അന്ന് പറഞ്ഞ കാര്യമായിട്ട് ചില ബന്ധങ്ങളുണ്ട് എന്ന് തോന്നിപ്പോവും. അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കണ്ടു നോക്കാം. നമുക്കൊരു ആവറേജ് പ്രൈസ് എന്നുള്ളത് 700 എന്ന് എടുക്കാം. ഓക്കെ, ആവറേജ് പ്രൈസ് 700. നമുക്ക് ഈ 700നെ 10 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നാണ് അവിടെ പറഞ്ഞത്. 10 മില്യൺ വെച്ച് ഇൻറ്റു ചെയ്യാം. 1, 2, 3, 1000, 10000, ലക്ഷം, 10 ലക്ഷം അല്ലേ? കറക്റ്റ് അല്ലയോ? 0 കറക്റ്റ് അല്ലയോ? 10 ലക്ഷം. 700നെ 10 ലക്ഷം വെച്ച് കണക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 70 കോടി രൂപയാണ് ഗൈസ്. 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 70 കോടി രൂപയാണ് ഗൈസ്. ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. 4 കൊല്ലം കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയത് 70 കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം ആവറേജ് ആണ് കേട്ടോ. അപ്പം ഒരു വർഷം 17.5 കോടി രൂപയുടെ ടേൺ ഓവർ ആ കമ്പനി നടക്കുന്നുണ്ട്. പോട്ടെ, നമ്മൾ 700 എന്നുള്ളത് 500 ആക്കി. ബേസ് പ്രൈസ് 500 രൂപ വെച്ചിട്ട് മേടിച്ച്. എന്നാലും 50 കോടി രൂപയുണ്ട്. 50 ഡിവൈഡഡ് ബൈ 4 കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ 12.5 കോടി രൂപയുടെ ടേൺ ഓവർ. ലാഭമല്ല, ടേൺ ഓവർ. ഇത്രയും കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മലബാർ ഗോൾഡ് വല്ലതും ആണ്? എൻ്റെ സംശയമാണ്. ഒരു കൊല്ലം 10 കോടി അല്ലെങ്കിൽ 15 കോടിയുടെ കളക്ഷൻ നടക്കുമോ? എന്തായാലും ഞാനിപ്പോൾ ഏറ്റവും ബേസ് പ്രൈസ് ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊന്നും ആയിരിക്കത്തില്ല, ഇതൊന്നും ആയിരിക്കില്ല. അന്നേരം ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നെങ്കിൽ ഈ 1 മില്യൺ ഹാപ്പി പ്ലസ് കസ്റ്റമേഴ്സ് എഴുതിയേക്കുന്നത് ലോകോത്തര ഉടായിപ്പ്, അല്ലെങ്കിൽ ഇടിമാമോ ഒന്ന് അവിടം വരെ ഒന്ന് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും. 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നല്ലെങ്കിൽ ലോകോത്തര ഉടായിപ്പ്, അല്ലെങ്കിൽ വിറ്റുവരവിൽ കാര്യമായ കണക്ക് കാണിച്ചിട്ടില്ല. ഡി മാമൻ വന്ന് അന്വേഷിക്കും. ഡി മാമൻ ഇപ്പം അങ്ങോട്ട് പോയില്ലെങ്കിലും പോലീസ് മാമന്മാർ നമ്മൾ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ആവശ്യം സോട്ടായ കാര്യം, നമ്മളതിനെ കുത്തിപ്പോക്കണ്ട. അപ്പോൾ എന്താ സംഭവം? ഉടായിപ്പായിരുന്നോ അല്ലെങ്കിൽ ഡിയെ പേടിച്ചിട്ടാണോ? ഇത് വ്യക്തമാക്കാനുള്ളൊരു ബാധ്യത ഈ കമ്പനിയുടെ ഓണർ എന്ന നിലയിൽ
OBOCയുടെ ഓണർ എന്ന നിലയിൽ ദിയ കൃഷ്ണയ്ക്കുണ്ട്. ഒന്നുകിൽ ഇത്രയും നാൾ നിങ്ങൾ കസ്റ്റമേഴ്സിന് ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് പറ്റിക്കുകയായിരുന്നു. 1 മില്യൺ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് പറ്റിക്കുകയായിരുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്ക് അത്രയും കച്ചവടം ഉണ്ടായിട്ടുണ്ട്. ആ കച്ചവടം മറച്ചു വെക്കാനാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. ഇതിലേതാണ് ശരിയെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് വെബ് സ്പേസിൽ നിന്ന് ഇല്ലാതാകുമെന്ന് വിചാരിക്കരുത് ദിയ കൃഷ്ണ. ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ പ്രതികരിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ഈ വീഡിയോ ഉണ്ടാവും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് ഇവരുടെയൊക്കെ കയ്യിലുണ്ടാവും. നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ആകാൻ സാധ്യതയുള്ള വിഷയമാണെന്ന് കണ്ടാൽ അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കും. നമ്മൾ ഉപയോഗിച്ച ആർട്ടിഫാക്ട്സിൻ്റെ ബാക്കപ്പ് എല്ലാം എടുത്ത് വെക്കും. അതേപോലെ ഒരുപാട് പേര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആരും എടുത്ത് വെച്ചിട്ടില്ല എന്ന് വിചാരിക്കേ. ക്യാഷെ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഒരു ടെമ്പററി മെമ്മറി സിസ്റ്റമാണത്. താൽക്കാലികമായിട്ട് ചില കാര്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സംവിധാനം. നമ്മളിപ്പോൾ ഒരു മൊബൈൽ തുറക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഓൺ അല്ലെങ്കിലും നമ്മൾ നേരത്തെ എടുത്ത വെബ്സൈറ്റ് അതേപോലെ ഓണായി കിടക്കുന്നത് കാണാം. അതിലേതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ല എന്ന് പറയും. അതല്ല എങ്കിൽ ആ പേജ് അവിടെ തന്നെ ലോഡായി കിടക്കുന്നത് കാണാം. ഇങ്ങനെ വരാനുള്ള കാരണം ഈ സംഭവങ്ങളൊക്കെ നമ്മളുടെ മൊബൈലിൻ്റെ മെമ്മറിയുടെ, അല്ലെങ്കിൽ ആ ക്രോം എന്ന് പറയുന്ന ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ബ്രൗസറിൻ്റെ ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ഇത് സ്റ്റോറായി കിടക്കും. അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത് വരെ അവിടെ അത് സ്റ്റോറായി കിടക്കും. ഈ ക്യാഷെ നമ്മുടെ മൊബൈലിൽ മാത്രമുള്ളതല്ല കേട്ടോ. വെബ് ക്യാഷെയുണ്ട്, സെർവർ ക്യാഷെയുണ്ട്, ഡേറ്റാബേസ് ക്യാഷെയുണ്ട്. നമ്മൾ ഇന്നൊരു സംഭവം ഡിലീറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് അതെല്ലായിടത്തുനിന്ന് മാഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. ആ സംഭവം ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർവർ ക്യാഷിൽ കിടക്കുന്നുണ്ടാവും, മെമ്മറി ക്യാഷിൽ കിടക്കുന്നുണ്ടാവും, ഡേറ്റാബേസ് ക്യാഷിലൊക്കെ കിടക്കുന്നുണ്ടാവും. പിന്നെ പണവും പവറും ഉണ്ടെങ്കിൽ എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്? അതൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ ആൾക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ല. അവരുടെ ഓർമ്മകളിൽ ഈ സാധനം കിടക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യും? അവരുടെ ഓർമ്മയിൽ നിന്ന് ഇതൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യും? ഇതിനൊരു സത്യസന്ധമായ മറുപടി പറയാൻ ദിയ കൃഷ്ണ തയ്യാറാകണം. അതാണ് മാന്യത. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ബയോയിലാണ് ഇവർ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബയോയിലാണ് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഓപ്പണിംഗ് വീഡിയോസ് മസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. എപ്പോൾ വേണേലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ബയോയിൽ കൊണ്ടുപോയിട്ടാണ് ഇവർ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ഇന്നൊരു സാധനം അയച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാളെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാം. സാധനങ്ങൾ വായിക്കുന്നവരെ എല്ലാ ദിവസവും ഇവരുടെ ബയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടി വരും, ഇവരുടെ സൈഡ് ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകും. അതായത് ഈ സംഭവം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നൊരു ടീം ഉണ്ടായിരുന്നല്ലോ, ഉപ്പും മുളകും ഫാമിലി. അവർ ആ വിഷയം വിട്ട് അന്ന് പോയതാണ്. പിന്നെ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ അനന്തു ഇതിനകത്ത് ഈ വിഷയത്തിലൊക്കെ പ്രതികരിച്ചതിൽ അയാൾക്കെതിരെ പല രീതിയിലുള്ള വിമർശനം വന്നപ്പോഴൊന്നും ഒരു അക്ഷരം ഈ പറയുന്ന ഫാമിലി വർക്കെതിരെ മിണ്ടിയിട്ടില്ല. ഇന്ന് അവരൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ഐഡിയ. കേട്ട് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അതായത് നമ്മൾ എന്ത് മേടിക്കുമ്പോഴും അവർ നമ്മളോട് ഓപ്പൺ നമുക്ക് കിട്ടിയ സാധനം ഓപ്പൺ ചെയ്യുന്ന വീഡിയോ വേണമെന്ന്. നമുക്കും കാശ് ചിലവാക്കി മേടിക്കുമ്പോൾ നമുക്കൊരു നിർബന്ധം വെക്കാട്ടോ നമ്മളെ പോലുള്ളവർക്ക്. അതായത് പാക്കിംഗ് വീഡിയോ കൂടി വേണമെന്ന് അല്ലേ. ഓപ്പൺ വീഡിയോയുടെ അതേ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പാക്കിംഗ് വീഡിയോക്ക്. എന്താ വെച്ചാൽ അവർ പാക്കിംഗ് ഇതുണ്ടായിരുന്നില്ലേ നമുക്ക് അറിയണ്ടേ. അത് അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. ആശാൻ അടുപ്പിൽ തൂറാന്നൊരു ചൊല്ലില്ല. അല്ല, ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, അതും ശരിയല്ലേ. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് വേണ്ടേ. അവർ കാശ് മേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം, കാശ് കൊടുക്കണം നമുക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ. അപ്പം നമുക്കങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് തോന്നിയിട്ട് ഞാൻ. നല്ലൊരു ഐഡിയ അല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഐഡിയ ആണോ ഞാൻ പുച്ഛിച്ചതെന്ന്. നിങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ ഈ വീഡിയോ കണ്ട പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിലെ ചില കമൻറ്റുകൾ വായിച്ചു നോക്കാം. അത് പൊളിച്ചു, പാക്കിംഗ് വീഡിയോ വേണം. ആദ്യം എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ലായിരുന്നു, അത് പോട്ടെ. സംഗീത പറഞ്ഞത് കറക്റ്റാണ്. യു ആർ വെരി വെരി കറക്റ്റ് 100%. പിന്നെയും കറക്റ്റ്, ശരിയാ, അത് 100% ശരിയാണ്. പാക്കിംഗ് വീഡിയോ വേണം, കറക്റ്റ് പോയിന്റ്. ഞങ്ങൾക്കൊരു ഹായ് തരാമോ? അതെ, ഇവർ കറക്റ്റാണ്. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഐഡിയ കൊള്ളാമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പിന്നെ എന്ത് പോക്കണം കേടുകൊണ്ടാണ് വന്നിരുന്നിട്ട് ഇതിനെ പുച്ഛിക്കുന്നതെന്ന്. ഇവർ പറഞ്ഞ ഐഡിയ ഇതാണ്. ഒരു സെല്ലർ ബയറുടെ കയ്യിൽ നിന്ന് അൺബോക്സിങ് വീഡിയോ ആവശ്യപ്പെടുകയാണെങ്കിൽ പാക്കിംഗ് വീഡിയോ കൂടി ചോദിക്കണമെന്ന്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ, പാക്കിംഗ് വീഡിയോനെ നമുക്കറിയാലോ ഇവർ എങ്ങനെയാണ് പാക്ക് ചെയ്തത്, എല്ലാ സാധനങ്ങളും ഉണ്ടോ, അയച്ചു തന്നിരിക്കുന്ന സാധനം ഫോൾട്ടി ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിക്ക് പാക്കിംഗ് വീഡിയോ നല്ലതാണ് എന്നൊരു തോന്നൽ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തോന്നും. പക്ഷേ ഒന്നും കൂടി നമുക്കതിനെ അനലൈസ് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന ഒരു ബയർ ബി എന്ന് പറയുന്ന സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നു. മേ ബി ഇവർ പറഞ്ഞ പോലെ ഒരു മാലയും 2 കമ്മലും, കല്ലൊക്കെ വെച്ച മാലയാണ്, 2 കമ്മൽ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ബി
ഇത് പാക്ക് ചെയ്യുകയാണ്. പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നു, മാല കാണിക്കുന്നു, എല്ലാ കല്ലും ഉണ്ട്, പരസ്യത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള മാലയാണ്. ആ മാല എടുത്ത് വെക്കുന്നു, കമ്മലെടുത്ത് കാണിക്കുന്നു, കമ്മൽ വലിയ കുഴപ്പമൊന്നുമില്ല, 2 കമ്മലുണ്ട്. ആ 2 കമ്മലെടുത്ത് പാക്കറ്റിൽ വെക്കുന്നു, ആ പാക്കറ്റ് അടക്കുന്നു, സീൽ ചെയ്യുന്നു. അതിനുശേഷം കൊറിയർ അയക്കുന്ന കമ്പനിയുടെ ക്യാരി ബാഗിലേക്ക് കിടക്കുന്നു, ആ ക്യാരി ബാഗും സീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തരുന്നു, നിങ്ങൾ ആ വീഡിയോ കാണുന്നു, നിങ്ങൾ തൃപ്തിയടയുന്നു, ഓൾ ഗുഡ്, അയച്ചോളാൻ പറയുന്നു. അവരയച്ചു. നിങ്ങളുടെ കയ്യിൽ ഈ പാക്കറ്റ് കിട്ടി. നിങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അതിൽ മാലയുടെ കല്ലടർന്നു പോയിരിക്കുന്നു. 2 കമ്മലിന് പകരം 1 കമ്മലേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നേരെ സെല്ലറിനെ വിളിക്കും. നിങ്ങൾ അയച്ച പ്രൊഡക്റ്റിലെ മാലയിൽ കല്ലടർന്നു പോയിരിക്കുന്നു, 1 കമ്മൽ മിസ്സിംഗ് ആണ്. ഉടൻ തന്നെ സെല്ലർ പറയും, അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല, നിങ്ങൾക്ക് ഞാൻ ബോക്സിംഗ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, പാക്ക് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ എടുത്ത് നോക്കൂ. നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു പ്രശ്നവുമില്ല, കല്ലും ഉണ്ട്, കമ്മലും ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല, ഞങ്ങൾ അയച്ചിരിക്കുന്നത് നല്ല പ്രൊഡക്റ്റാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങളത് തുറന്നപ്പോൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞ് കസ്റ്റമറിനെ പുറത്തേക്ക് ഇതങ്ങോട്ട് തള്ളി വെച്ച് കൊടുക്കും. നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്ടാ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഫോൾട്ടിയായ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കാം. ചിലപ്പോൾ കാരിയറിന്റെ കയ്യിൽ വെച്ച് സംഭവിച്ച എന്തെങ്കിലും അബദ്ധം കൊണ്ടായിരിക്കാം ആ കല്ലടർന്നു പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പാക്ക് ചെയ്തപ്പോൾ തന്നെ ഇവർ നിങ്ങളെ കാണിച്ച പാക്കേജ് ആയിരിക്കില്ല നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ കസ്റ്റമർ എന്ത് ചെയ്യും? എന്നിട്ട് നിങ്ങൾ വന്നൊരു വീഡിയോ ചെയ്യുകയാണെന്ന് വിചാരിക്കൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ. അതാ നോക്കൂ, ഇവർ ഞങ്ങൾക്ക് അയച്ചു തന്ന കമ്മൽ ഇതാണ്, അതിലൊരു കമ്മലില്ല, ഒരു കല്ലില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുകയാണ്. ഉടൻ തന്നെ ഈ സെല്ലർ അയാളുടെ വീഡിയോ പുറത്തുവിട്ടതാ, നോക്കൂ, ഞങ്ങൾ ഈ കസ്റ്റമറിന് ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ സംഭവങ്ങളും ഇതിനകത്ത്, കമ്മലുണ്ട്, കല്ലുണ്ട്, ഒരു പ്രശ്നമില്ല, ഇവരത് ഓക്കെ പറഞ്ഞതാണ്. ഇവരുടെ ഭാഗത്ത് എന്തോ ഫ്രോഡ് കാണിച്ചിട്ട് കള്ളത്തരം പറയുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ഇത് പ്രൂവ് ചെയ്യും? നിങ്ങൾക്ക് അപ്പോഴും വേണം അൺബോക്സിങ് വീഡിയോ. അപ്പോൾ സെല്ലർ പറയാണ് ഓക്കെ, ചിലപ്പോൾ അൺബോക്സിങ് വീഡിയോ കറക്റ്റ് ആയിരിക്കും, സെല്ലറിൻ്റെ ഭാഗത്തും ബയറിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഇല്ല, ഇത് ക്യാരി ചെയ്തതിൻ്റെ കയ്യിലാണ് മിസ്റ്റേക്ക്, ഞങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം, അവരുടെ ഭാഗത്തു നിന്ന് റീഫണ്ട് മേടിച്ചാലുള്ള ശ്രമം നടത്താം എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിപ്പിക്കാന്നല്ലാതെ ഈ ആന ബുദ്ധിക്ക് ഒരു ഗുണമില്ല. ബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്. കേൾക്കുമ്പോൾ നല്ല സുഖകരമായ സംഭവമായിട്ട് തോന്നുമെങ്കിലും അത് കസ്റ്റമറിന് ഒരു ഗുണവും ചെയ്യുന്നില്ല. പിന്നെ ഒരു റെപ്യൂട്ടഡ് ആയ സെല്ലറാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും വലിയ വിഷയമായിരിക്കില്ല. അവര് പാക്ക് ചെയ്ത് വിടുന്ന സംഭവം കൃത്യമായ രീതിയിൽ ലോക്ക്, കാരണം ഓർണമെന്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഒരു കവറിലാക്കി ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോർഡ് ഈ ബോക്സിൽ ഉണ്ടാവണം, ഷെയ്ക്ക് വരുമ്പോൾ അനങ്ങാതിരിക്കാൻ. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ കെയർ എന്ന നിലയിൽ ബബിൾ പാക്കിംഗ് ചെയ്ത് വിടും. അത് റെപ്യൂട്ടഡ് ആയ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഈ സാധനം ക്യാരി ചെയ്യുന്നവരുടെ അശ്രദ്ധ മൂലം അതിന് യാതൊരു വിധത്തിലുള്ള കേടുപാടും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി. അപ്പോഴും അവരയച്ചിരിക്കുന്ന നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ പാക്കിങ്ങിന്റെ ക്വാളിറ്റി കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ കിട്ടും. അന്നേരം ഒരു പാക്കിംഗ് വീഡിയോ ഉള്ളത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇനി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പാക്കിംഗ് വീഡിയോയിൽ കുഴപ്പമില്ല, നിങ്ങളെ കിട്ടിയ കുഴപ്പമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമറിന്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ക്യാരിയറിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. സെല്ലർ ഈ കാര്യത്തിൽ സേഫ്. സെല്ലറിനെ സേഫാക്കാനേ ഈ പാക്കിംഗ് വീഡിയോ കൊണ്ട് ഉപകരിക്കുകയുള്ളൂ. ഇനി റെപ്യൂട്ടഡ് അല്ലാത്ത ചില ആളുകളുണ്ട് കേട്ടോ, മനഃപൂർവ്വം കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവര് നല്ല ആഭരണങ്ങൾ, നല്ല ഓർണമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ലാത്ത സംഭവമൊക്കെ പാക്ക് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. എന്നിട്ട് അവര് ഫോൾട്ടി ആയ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾ എങ്ങനെ അറിയും? കാരണം ഒരു സെല്ലറിൻ്റെ അടുത്ത് എപ്പോഴും ഒരേ സൈസ് ബോക്സ് ആയിരിക്കും ഉള്ളത്. ചിലപ്പോൾ അത് മീഡിയം ആയിരിക്കും, സ്മോൾ ആയിരിക്കും, ലാർജ് ആയിരിക്കാം. എങ്കിലും ഈ സൈസൊക്കെ യുണീക്ക് ആയിരിക്കും. നിങ്ങളെ കാണിക്കുന്ന അതേപോലുള്ള ബോക്സിൽ തന്നെ അവർക്ക് ഒരു ഫോൾട്ടി ആയ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് അയക്കാൻ കഴിയും. കൊറിയർ ഒരേ ടൈപ്പ് കൊറിയർ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാക്കിംഗ് ഒരേപോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ ദിയ കൃഷ്ണയുടെ വീഡിയോ ഉണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കിടക്കുന്നുണ്ട്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതിൽ ഏത് ആരുടെയെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും നിങ്ങളെ കാണിച്ച അതേ പാക്കിംഗ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന്? ഇത് കസ്റ്റമറിനെ കൊണ്ട് കുഴിച്ചടിക്കാനുള്ള ഐഡിയ ആണ്. ഫോൾട്ടി പ്രൊഡക്റ്റ് അയക്കാനാണ് ഒരു സെല്ലർ വിചാരിക്കുന്നതെങ്കിൽ അയാൾ ഉടായ്പ് കാണിച്ച് ഫോൾട്ടി പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് അയച്ചു തരും. നല്ല പ്രൊഡക്റ്റ് അയക്കുന്ന സെല്ലറാണ്, റെപ്യൂട്ടഡ് ആയ സെല്ലറാണെന്ന് പറയും, നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. അതിൽ ഏതെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ അത് പരിഹരിച്ചു തരും. ഒരു ഉടായ്പ് സെല്ലറാണെന്നുണ്ടെങ്കിൽ അയാൾ ഈ ഉടായ്പ് കാണിച്ചിട്ട് ഈ ബോക്സിംഗ് വീഡിയോ അഡ്വാൻറ്റേജ് എടുത്ത് കസ്റ്റമറിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നൊക്കെ, അല്ലെങ്കിൽ ക്യാരിയറിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് അയാൾ സ്ഥാപിച്ചെടുക്കും. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പാക്കിംഗ് ആനമണ്ടത്തരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതുകൊണ്ട് കസ്റ്റമറിന് ഒരു ഗുണവുമില്ല. ഇനി അഥവാ ഒരു ഫോൾട്ടി പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറിനെ വാദിച്ചു നിൽക്കാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ
ആരെയും ഉപദേശിച്ച് നന്നാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കസ്റ്റമേഴ്സിനെ കൊണ്ട് കുളത്തി ചാടിക്കരുത്. അപ്പോൾ എന്താണ് ഈ രണ്ട് വിഷയത്തിലും പ്രേക്ഷകർക്ക് പറയാനുള്ളത്, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.